ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടാണ്. ആധ്യാത്മികതയുടെ പ്രായോഗികത വ്യക്തമാക്കിയ യതിവര്യനായിരുന്നു പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. കാഷായ വസ്ത്രമോ കമണ്ഡലുവോ ഇല്ലാത്ത ഈ സന്യാസി ശ്രേഷ്ഠൻ അകമേ ബ്രഹ്മനിഷ്ഠനും പുറമേ കർമ്മനിഷ്ഠനുമായി യജ്ഞോപവീതധാരണമോ ഹോമമോ തർപ്പണമോ ചെയ്യാതെ ജിജ്ഞാസയുള്ള ഒരാളിന് ആത്മജ്ഞാനമുണ്ടാകുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച സ്വാമികളുടെ ജനനം 1853 തിരുവനന്തപുരത്തെ കൊല്ലൂർ ഗ്രാമത്തിലായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തെ സ്വപ്രയത്നത്താൽ അതിജീവിക്കുകയായിരുന്നു. പേട്ടയിലെ പണ്ഡിതൻ രാമൻപിള്ളയാശാനിൽ നിന്ന് സംസ്കൃത വ്യാകരണ പഠനത്തിനിടയിലാണ് ചട്ടമ്പി എന്ന പേര് കൈവന്നത്. സർക്കാർ ഉദ്യോഗം ലഭിച്ചിട്ടും അതിൽ തുടരാതെ ചട്ടമ്പി സ്വാമികൾ അത് ഉപേക്ഷിച്ച് ജ്ഞാന സാംസ്കാരിക സംഘടനാ രംഗത്ത് സജീവമായി. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങി സകല കലകളിലും നിപുണനായി. പഠനവും ഗവേഷണവും തപസ്യയായി. എന്നിലും നിന്നിലും ഉണ്ട് അവൻ, മണ്ണിലും വിണ്ണിലും ഉണ്ട് എന്നല്ല എങ്ങും നിറഞ്ഞോൻ അവൻ, എന്നാലും കാണില്ല ആരും. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ് ഇത്. ഹലോ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.